ഈ ഷിംജിത മുസ്തഫ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. മുസ്ലിം ലീഗുകാർ പോലും അവരെയാണ് ചീത്ത വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ അത് കോഗ്നിസിബിൾ ഒഫൻസാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞാൽ മതി, ഒരു വീഡിയോ ഇട്ടാൽ മതി. അതിനാണ് ആദ്യം എഫ്ഐആർ ഉണ്ടത്. ദീപകിൻ്റെ ആത്മഹത്യക്ക് പ്രേരണയ്ക്കല്ല ആദ്യം എഫ്ഐആർ ഉണ്ടത്. ആദ്യം എഫ്ഐആർ ഉണ്ടത് ഈ സ്ത്രീ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ, അത് വ്യാജമായ ആരോപണമാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ പോലീസ് എല്ലാ കാലത്തെയും പോലെ പെരുമാറുന്നതിനാണ് ഈ പറയുന്ന സോക്കോൾഡ് സമൂഹ മനസ്സാക്ഷിക്കൊപ്പം നിന്നുകൊണ്ട് ആ സമൂഹ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതേ സമൂഹ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും തെരുവിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഷിംജിത മുസ്തഫ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. മുസ്ലിം ലീഗുകാർ പോലും അവരെയാണ് ചീത്ത വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിൽ ആ പാർട്ടിക്കാർ പോലും അവർക്കൊപ്പമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എത്രമാത്രം സ്ത്രീവിരുദ്ധമായാണ് ഇത് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ സമൂഹം സ്ത്രീവിരുദ്ധമായാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ റീല് ഉണ്ടാക്കി റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനൊരു റീൽ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവുക? അങ്ങനെ വല്ലതും ഉണ്ടോ? അത് സ്ഥിരമായി ഒരാൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ടത് എന്താണ്? അത് സ്ഥിരമായി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അവർ നേരത്തെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, പല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ വലിയ റീച്ചൊന്നുമില്ല. ഇപ്പോൾ മസ്താനി ആ റീലിട്ടുകൊണ്ടാണോ മസ്താനിക്ക് റീച്ച് ഉണ്ടാകും? മസ്താനിക്ക് വേറെ തന്നെ പണിയുണ്ട്, അവർ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേറെ തന്നെ ജോലിയുണ്ട്. ഇത് റീലുണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനെന്നുള്ള വാദം അതൊന്നും യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്ത്രീവിരുദ്ധ മനോഭാവത്തിൻ്റെ പ്രശ്നം കൂടിയാണത്. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുക, അതൊന്നും പെണ്ണുകൾ വിളിച്ചു പറയാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല, ഞങ്ങൾ ആണുങ്ങൾ ആത്മഹത്യ ചെയ്ത് കളയും എന്നുള്ളൊരു വാണിംഗ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസാണ് ശരിക്കും ചെയ്യേണ്ടത്. പോലീസ് ആദ്യം കേസെടുക്കേണ്ടിയിരുന്നത് ഈ സ്ത്രീയുടെ ആരോപണത്തിലായിരുന്നു. അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പിന്നീട് അത് ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ. നമുക്കറിയില്ല ഇപ്പോൾ ബസ്സുകാർ കൊടുത്ത CCTV ദൃശ്യങ്ങൾ എന്തൊക്കെയുണ്ട്. ദീപക് മീഡിയ കൊടുത്തതിൽ ഇതൊന്നും ഇല്ല, ദീപക് ബസ്സിൽ കയറുന്ന മാത്രമേ അതിലുള്ളൂ, അതിൽ പൂർണ്ണമായിട്ടൊന്നുമില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ മുഴുവൻ പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് അത് വ്യക്തത വരുത്തേണ്ടതാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എന്നിട്ട് വേണമെങ്കിൽ അത് ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞാൽ നിൽക്കാത്തൊരു കേസാണ്. കാരണം ജീവിക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ല, മറ്റൊരാളുടെ സമ്മർദ്ദം മൂലം ജീവിക്കാൻ മറ്റൊരു നിവൃത്തിയില്ല എന്ന് പോലീസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുള്ളൂ. ഈ കാര്യത്തിൽ അത് നിലനിൽക്കുമെന്നൊരു സംശയമാണ്.